എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും സിനിമ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എമ്പുരാന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം 770 സ്ക്രീനുകളിലും റിലീസ് ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ആദ്യ ആഴ്ചയിൽ തന്നെ പരമാവധി കളക്ഷനാണ് ലക്ഷ്യമിടുന്നത്. OTTയും റെക്കോർഡ് മറികടക്കും എന്നാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. എമ്പുരാനിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് മലയാള സിനിമ പോകുന്നത്. കേരളത്തിന് പുറത്തും പരമാവധി തിയേറ്ററുകളിൽ ചിത്രം എത്തിക്കുന്നുണ്ട്. റിലീസ് തീയതി മുതൽ പ്രമോഷൻ വരെ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് അണിയറ പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ ആകെ പ്രതിസന്ധിയിലാണ്. 2025 റിലീസുകളുടെ എണ്ണം ഏകദേശം 60 അടുത്ത് എത്തിക്കഴിഞ്ഞു. ആകെ വിജയിച്ചത് ഒരു ചിത്രം മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട്. ഇനി കുറച്ച് ഈ ആഴ്ചയിലൊക്കെ റിപ്പോർട്ട് വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലൊക്കെ 2-3 സിനിമകളൊക്കെ നല്ല നിലവാരം പുറത്തുണ്ട്. അതായത് ഇപ്പൊ റിലീസായ ബ്രോമാൻസ്, അതുകൂടാതെ കുഞ്ചാക്കോവന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതുകൂടാതെ ഉണ്ണിമുകുന്ദന്റെ ഒരു ചിത്രവും നല്ല അഭിപ്രായങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ടും കൂടെ അടുത്ത മാസം അതിന്റെ കളക്ഷനൊക്കെ വരുമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ജൂൺ മുതൽ സിനിമാ ഷൂട്ടിംഗ് ഉൾപ്പെടെ നിർത്തിവെച്ച് സമരമെന്ന് പ്രഖ്യാപിച്ച് നിർമ്മാതാക്കളുടെ സംഘടനയും നീങ്ങുന്നുണ്ട്. ഇത്തരത്തിൽ ആകെ മൊത്തം പ്രതിസന്ധിയുടെ കയത്തിൽ നിൽക്കുകയാണ് നമ്മുടെ മലയാള സിനിമ. തിയേറ്ററുകളിൽ നിന്ന് അകന്ന പ്രേക്ഷകരെ തിരികെ എത്തിക്കാൻ ഇൻഡസ്ട്രിയുടെ അവസാന പ്രതീക്ഷയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന റോളിലെത്തുന്ന എമ്പുരാൻ. വമ്പിച്ച ബഡ്ജറ്റ് ഇതേവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അത് 200-നും 400-നും ഒക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. നമുക്ക് ഇതേവരെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഇതേവരെ വെളിപ്പെടുത്താത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇതര ഭാഷകളിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ റിലീസ് നമ്മൾ പറഞ്ഞ പോലെ 27 വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പരമാവധി കളക്ഷൻ ആ ദിവസം ആ ഒരാഴ്ച നേടാനുള്ള തന്ത്രങ്ങളാണ് നിർമ്മാതാക്കൾ പയറ്റുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 770 സ്ക്രീനുകൾ ഉണ്ടെന്നാണ് ഒരു ഏവറേജ് കണക്ക്. അതിൽ 700 സ്ക്രീനുകളിലും ഈ ചിത്രം റിലീസ് ചെയ്യാനാണ് അവരുടെ തീരുമാനം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയ റിലീസാകും എമ്പുരാൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ലഭ്യമായ സ്ക്രീനുകളുടെ 90% ഉപയോഗപ്പെടുത്തിയാണ് അണിയറ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. കേരളത്തിന് പുറത്തും പരമാവധി തിയേറ്ററുകളിൽ ചിത്രം എത്തിക്കുന്നുണ്ട് എന്നാണ് വിവരം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എമ്പുരാൻ എന്ന സിനിമ ഒരു വലിയ ഹൈപ്പിലെത്തുന്ന സിനിമയാണ്. അപ്പൊ അതിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവ് ചില ചിത്രങ്ങളുടെ റിലീസ് അണിയറ പ്രവർത്തകർ മുമ്പിലേക്കോ അല്ലെങ്കിൽ പിന്നിലേക്കോ മാറ്റിയിട്ടുണ്ട്. താരതമ്യേന ചെറിയ ബഡ്ജറ്റുള്ള ചിത്രങ്ങളാണ് ഇങ്ങനെ മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ OTT സാറ്റലൈറ്റ് റെക്കോർഡിനും മലയാളത്തിൽ OTT റൈറ്റ്സും ഏറ്റവും കൂടുതൽ കിട്ടിയത് ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന ചിത്രത്തിലാണ്. ഏകദേശം 32 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത്. അപ്പൊ ഈ 35 കോടി എന്ന് പറയുന്ന ഈ റെക്കോർഡ്, ഇതുവരെയുള്ള റെക്കോർഡ് എമ്പുരാൻ മറികടക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. ഇപ്പോൾ മലയാള സിനിമകൾക്ക് കാര്യമായ OTT വരുമാനം ലഭിക്കുന്നില്ല എന്നതും നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. മറ്റു സ്രോതസ്സുകളിൽ നിന്ന് പലരും സിനിമ കാണുന്നതിനാൽ OTT പ്ലാറ്റ്ഫോമുകൾക്കും കാര്യമായ നേട്ടമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ എമ്പുരാന്റെ ഹൈപ്പ് നേട്ടമാകുന്നതിനാൽ OTT കമ്പനികൾ പണം മുടക്കുന്നതിന് മടി കാണിക്കില്ല എന്നും അണിയറ പ്രവർത്തകർ വിചാരിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് സംപ്രേഷണാവകാശം വിറ്റുപോയിട്ടുണ്ട്. ഇതും റെക്കോർഡ് തീയതിക്കാണ് വിറ്റുപോയിട്ടുള്ളത്. പക്ഷെ തുക ഇതുവരെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല.